വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർജെ. നമ്മളിന്നുള്ളത് കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ തന്നെയാണ്. രാവിലെ 5 മണിക്കുള്ള കണവലേലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്ന് അടുത്ത വീഡിയോസ് എടുക്കുമായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി മീനൊക്കെ എടുത്തിട്ട് കണവ മാത്രമാണ് 5 മണിക്ക് ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ഷെഡിനകത്തോട്ട് ഓരോ സൈഡിലോട്ട് തട്ടി കൂട്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 4 മണി തൊട്ടേ അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓരോരോ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ എടുത്തതാണ് ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഈ ഹോള് മൊത്തം കണവ കൊണ്ട് നിറയും. അതിനകത്ത് ഈ കൂടുതലും ഈ കണവ വാങ്ങിക്കാൻ വരുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള കണവ ആയതുകൊണ്ട് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പനിക്കാരാണ് കൂടുതലും വന്നിരിക്കുന്നത്. ചെറിയ കച്ചവടക്കാരൊക്കെ ഇതിനകത്തുനിന്ന് വന്ന് എടുക്കാൻ നിൽക്കില്ല. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഒന്നും ചെറിയ കച്ചവടക്കാർക്ക് ആവശ്യം വരില്ല. അത് കാരണം തന്നെ കമ്പനിക്കാരാണ് എല്ലാം വന്ന് നിൽക്കുന്നത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നല്ല ഫസ്റ്റ് ക്ലാസ് കണവയാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഇത് കിടക്കുന്നതിനകത്ത് ഇത് ഐസുമായിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് അവർ വണ്ടിയിലോട്ട് കയറ്റുന്നതിന് മുമ്പ് ഐസിൽ നിന്ന് മാറ്റി അത് ക്ലീൻ ചെയ്ത് പിന്നെ ബോക്സിലാക്കാൻ നേരത്ത് വീണ്ടും ഐസാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ശക്തികുളങ്ങര ഹാർബറിൽ തന്നെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആർക്കെങ്കിലും വിശന്ന് കഴിഞ്ഞാലോ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള മീനുകളൊക്കെ ഓൾറെഡി ബോട്ടുകാർ കൂടുതലും ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാളയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വാള കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണവകളെല്ലാം അവർ കൊട്ടയിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ 5 മണിക്ക് ലേലം വിളിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പ് അതെല്ലാം കൊണ്ട് ഷെഡിൽ കൊണ്ട് നിറയ്ക്കും. എല്ലാവർക്കും കാണാം ഈ കൊട്ടയിൽ മൊത്തം അവർ കണവ വാരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഹാർബറിൽ അവിടെ കൊണ്ട് തട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബോട്ടുകാരും ഓരോരോ കൊട്ടയിലായിട്ട് നിറച്ചിട്ട് ലോഡിങ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കാര്യം കൊട്ടയിൽ നിറച്ച് കഴിഞ്ഞാൽ ബാക്കി ഉത്തരവാദിത്വം അവരുടെയാണ്. അവരാണ് അതുകൊണ്ട് നിറച്ച് ഇതാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ചേട്ടനുണ്ട് സൈക്കിളിൽ അവിടെ ചായ വിൽക്കാൻ നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ളവർ പെട്ടെന്നെല്ലാം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളിയുടെ നിന്ന് ചായയും ചെറിയ സ്നാക്സൊക്കെ കിട്ടും. അപ്പോൾ വെളുപ്പിന് അങ്ങനെയുള്ള സൗകര്യമൊക്കെ അവിടെ എല്ലാം ഉണ്ട്, ചെറിയ രീതിയിലുള്ള.
380 മണിയപ്പൻ 380 അടിപൊളി 380 വാ ഇപ്പോൾ മാക്സിമം എല്ലാ കണവയും ഷെഡിനകത്ത് കൊണ്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എന്തും വേണ്ടി കണവ ഹാർബറിനകത്ത് വന്നിട്ടുണ്ടെന്ന്. ഇത് ഇത്രയും ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നവരും ലേലം വിളിക്കാൻ വന്നവർ നിൽക്കുന്നതും ഇതിനകത്ത് ജോലി ചെയ്യാൻ നിൽക്കുന്നവരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ച് പാടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിങ് തൊഴിലാളികൾ ഈ ചരക്കുമായിട്ട് എടുത്തുകൊണ്ട് നടക്കുന്നതും എല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉള്ളൂ. അതുപോലെ ഈ കണവയുടെ വെള്ളം ഒഴുകി അവിടെ മൊത്തം തെന്നി കിടക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ താഴെ കിടക്കുന്ന കണവയൊക്കെ ചവിട്ടിക്കൊണ്ട് ഓരോരുത്തരും കാണാം കണവയൊക്കെ ചവിട്ടിയും കൊണ്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇങ്ങനെ കണവയൊന്നും ചവിട്ടുന്നതിലോട് താല്പര്യമില്ലായിരുന്നു. അത് കാരണം ഞാൻ ഒത്തിരി അങ്ങോട്ട് അകത്തോട്ട് കയറിയില്ല. അത്യാവശ്യം അകത്തു നിന്ന് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുത്തു, ബാക്കിയെല്ലാം ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും കണവ ലേലം ഉണ്ട്. ഏതെങ്കിലും കമ്പനിക്കാർക്കൊക്കെ കണവ ലേലം വിളിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തികുളങ്ങര ഹാർബറിൽ 5 മണിയോട് കൂടി വന്നു കഴിഞ്ഞാൽ കണവ ലേലം സ്റ്റാർട്ട് ചെയ്യും. നല്ല ലാഭത്തിന് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ നേരത്തെ കേട്ട് കാണും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരധികം നോർമലി മീൻ വിളിക്കുന്ന കണക്ക് അധികം വിളിക്കൂല. കാര്യം ഓൾറെഡി ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ലേലം വിളിച്ചെടുക്കാൻ വരുന്ന ആളുകൾ കുറവാണ്. കമ്പനിക്കാർ ഞാൻ മാത്രമാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എത്ര റേറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ വേറെ ആളുകളില്ലാത്തതുകൊണ്ട് അതിനെ തന്നെ ഉറപ്പിച്ച് അവർ പെട്ടെന്ന് സാധനം വിളിച്ച് എടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത. സാധാ മീൻ മേടിക്കാൻ വരുന്ന കണക്ക് ഒത്തിരി പേര് വിളിക്കാൻ വേണ്ടി കാണത്തില്ല, കുറച്ച് പേരെ കാണത്തുള്ളൂ. മാക്സിമം ഒരു കമ്പനിക്കാരന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു എക്സ്പോർട്ടിങ് കമ്പനി ആകുമ്പോഴത്തേക്കും എന്തും വേണ്ടി ക്വാണ്ടിറ്റി അവർക്ക് കയറ്റി അയക്കാനുള്ളൂ. അപ്പോൾ അവർ മാക്സിമം അവർ തന്നെ വിളിച്ചെടുക്കാൻ നോക്കത്തേ ഉള്ളൂ. ഇതെല്ലാം എക്സ്പോർട്ടിങ്ങുകാർ ഓൾറെഡി അത് ലേലം വിളിച്ചെടുത്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്ത് ബോക്സിൽ ഐസിട്ട് മാറ്റി വണ്ടിയിലോട്ട് കയറ്റുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വണ്ടി വന്ന് കിടക്കുന്നത് എല്ലാം എക്സ്പോർട്ടിങ്ങുകാർ കൊണ്ടുവന്ന വണ്ടിയാണ്. ചില നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഇവിടെ ജോലി ഒഴിവുണ്ടോ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു.
അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇപ്പം പണി മോശമായത് കൊണ്ട് തന്നെ ജോലി കുറവാണ്. എന്നാലും നിങ്ങൾ എന്നോട് പറയുന്നതിനെക്കാട്ടി നിങ്ങൾ നേരിട്ട് വന്ന് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതായിരിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ നിങ്ങളാകുമ്പോഴത്തേക്ക് നിങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിക്കുമ്പോൾ ചിലർക്ക് സ്പോട്ടിലായിരിക്കും ആവശ്യമുള്ളത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില ചാൻസസ് കാണും. നിങ്ങൾ എന്നടുത്ത് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും കണക്ട് ചെയ്ത് അവിടെ നിന്ന് നിങ്ങൾ വരുന്നതിൻ്റെ സമയം കൊണ്ട് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്ന് കണവയുടെ ഇതാണ് മെയിനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോഴത്തേക്കും സൂക്ഷിച്ച് വരിക. മാക്സിമം നല്ല നല്ല മീനുകളൊക്കെ വാങ്ങിച്ച് സേഫായിട്ട് പോവുക. ഇപ്പം കുറച്ച് നാളും കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ കണവ സീസൺ തീരുമ്പം ഈ 5 മണിക്കുള്ള കണവയുടെ ടൈമിങ്ങൊക്കെ മാറും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആർച്ച്.